ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന എൻ്റെ റെസിപ്പി കൂവ വരകിയത്. വളരെ രുചികരമായ നമ്മുടെ ഈ കൂവ വരകിയത് നിങ്ങൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കല്ലേ. എന്നാൽ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. കൂവ വരകാനായി നമുക്കിവിടെ ആവശ്യമുള്ളത് ശർക്കരയും തേങ്ങയും കൂവപ്പൊടിയുമാണ്. ആദ്യം നമുക്കൊരു തേങ്ങ ചിരവിയെടുത്ത് മാറ്റിവെക്കാം. ഒരു 4 ശർക്കര നമുക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കതൊന്ന് ഉരുക്കി അരിച്ചെടുത്ത് മാറ്റിവെക്കാം. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു പാത്രത്തിലാണെങ്കിൽ അടിക്ക് പിടിക്കില്ല. സ്റ്റീൽ പാത്രമാണെങ്കിൽ അടിക്ക് പിടിക്കും. അപ്പോൾ അത് നന്നായി നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ കൂവപ്പൊടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കിത് കട്ടയൊന്നും ഇല്ലാതെ ഉടച്ചെടുക്കാം നന്നായിട്ട് തന്നെ. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി നമുക്ക് കൊടുക്കാം. ചിരവിയ തേങ്ങയിൽ നിന്നും നമുക്കിതിലേക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് തേങ്ങ ഇഷ്ടമാണെങ്കിൽ അതിനനുസരിച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് 1 കപ്പ് കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ശർക്കര ഉരുക്കി അരിച്ച് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. കല്ല് ഉണ്ടാവും, അപ്പോൾ നമുക്കൊന്ന് അരിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങൾക്ക് അനുസരിച്ചിട്ട് വേണം പൊടിയെല്ലാം എടുക്കാൻ, വെള്ളം എടുക്കാൻ. തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ചിരവിയത് ഇഷ്ടമാണെങ്കിൽ അരമുറി തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. ഞാനിതിൽ അരമുറി തേങ്ങ ചിരവിയതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. 2 ഏലക്കായ ചതച്ചെടുത്തതും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് 1 നുള്ളു ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടുപ്പിലേക്ക് തീ ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇളക്കി കൊടുക്കുകയാണ്. തീ ഹൈ ഫ്ലെയിമിലിട്ടതിന് ശേഷം നമുക്കൊരു 5-10 സെക്കൻഡ് നേരം നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കൈവിടാതെ വേണം ഇളക്കിയെടുക്കാൻ. ഇതുപോലെ ഇതാ കട്ടിക്ക് വരുന്നുണ്ട്. ഇതുപോലെ ചെറുതായിട്ട് കട്ടിയായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ കട്ടിയായിക്കോളും. കൈവിടാതെ നമുക്ക് തീ മീഡിയം ഫ്ലെയിമിലേക്ക് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ ഇത് നന്നായി തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ നന്നായി തിളച്ച് നല്ല തിക്നെസ് വന്ന് തുടങ്ങും. കണ്ടില്ലേ, നന്നായിട്ട് ഇതിൽ കട്ടിയായി തുടങ്ങിയാൽ ഇതിലേക്ക് നമുക്കൊരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 1/2 kg 1 ടീസ്പൂണോളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. വളരെ രുചികരമായ ഈ കൂവപ്പൊടി നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യൂ. കുട്ടികൾക്ക് ഇത് വളരെയധികം ഇഷ്ടപ്പെടും. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.